ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. ഓണം സീരീസിൽ ഇന്ന് നമ്മൾ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ശർക്കര വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട ശർക്കര വരട്ടി വളരെയധികം എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ 1.5 കിലോ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ. രണ്ടായിട്ട് ആദ്യമേ മുറിച്ചതിന് ശേഷം ഇതേപോലെ മുറിച്ചെടുത്താൽ മതിയാവും. ഈ ഒരു കട്ടി മതിയാവും കേട്ടോ. കൂടുതൽ കട്ടിയാവരുത്, കൂടുതൽ തിന്നായി പോവുകയും ചെയ്യരുത്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു വലിയ കഷ്ണം ചുക്കെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. മിക്സിയിൽ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ മിക്സിയുടെ ബ്ലേഡിന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമുക്കിതിലൊന്ന് ഇതേപോലെ ഒരു ഇടികല്ലിലൊന്ന് ചതച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ടു. അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 20 ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുക്കിൻ്റെ പൊടിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് വേണമെങ്കിൽ ഒരു 10 ചേർക്കാം, ഞാൻ പക്ഷേ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് പൊടിച്ചെടുത്തിട്ട് ഒഴുകുക. ഇനി നമ്മൾ നേരത്തെ കായ വറുത്ത എണ്ണയിലേക്ക് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എണ്ണയ്ക്ക് ആ കളറ്. വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ കായ വറുത്തതേ ഉള്ളൂ, അതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇത് വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യമേ നല്ല ഹൈ ഫ്ലെയിമിൽ വറുത്തതിന് ശേഷം പിന്നെ നമ്മൾ മീഡിയം തീയിലിട്ട് വേണം വറുക്കാൻ. കാര്യം ഇതിൻ്റെ അകം നന്നായിട്ട് വെന്ത് വരണം. അല്ലെങ്കിൽ ഇത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ശർക്കര വരട്ടി തണുത്ത് പോകും കുറച്ച് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അറിയണമെങ്കിൽ ഇത് നമ്മൾ വറുത്ത് ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ നടുവിലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. താഴോട്ട് കുഴിഞ്ഞു പോയില്ലെങ്കിൽ കറക്റ്റായിട്ടത് വറുത്തെടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 കിലോ നേന്ത്രക്കായ്ക്ക് 300 ഗ്രാം ശർക്കരപ്പാനിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഒരു വലിയ ഒരു ഓട്ടുരുളിയോ അല്ലെങ്കിൽ സാധാരണ ഉരുളിയോ വലിയ പാത്രം എന്തെങ്കിലും ആണെങ്കിലാണ് നല്ലത് കേട്ടോ. അത് നമ്മൾ ഒഴിച്ചതിന് ശേഷം അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന നേന്ത്രക്കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് വേണം അത് നന്നായിട്ട് വരട്ടിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വൈഡായിട്ടുള്ള ഒരു പാത്രം ഏതായാലും എടുത്താൽ മതി. ഇനി ഇത് നമ്മൾ കുറേശ്ശെ പൊടികൾ ഇട്ട് കൊടുക്കണം. ഒന്നിച്ചിട്ട് കൊടുക്കരുത്. നമ്മൾ ചുക്കുപൊടിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഇളക്കി കുറേശ്ശെ നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമായിട്ട് പൊടി ചേർന്നിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഇളക്കി കുറച്ചിട്ട് കൊടുക്കുക, വീണ്ടും നന്നായിട്ട് ഇളക്കുക. അപ്പം ഇപ്പം ഞാൻ തീക്ക് എടുത്തിട്ടുണ്ട്. ചെറിയൊരു കനൽ മാത്രമേ ഉള്ളൂ. ഞാൻ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഗ്യാസിൽ വെച്ചാൽ നമ്മൾ വലിയൊരു പാത്രം എടുക്കണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാര്യം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ നല്ല കറുമുറ കഴിക്കാൻ പറ്റിയ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ രീതി ഒന്ന് ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വരട്ടി കിട്ടും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.